സാറയും അമീറയും അയൽവാസികളായിരുന്നു. ഒരു ദിവസം അവർ വഴിയുടെ പ്രശ്നത്തിൽ പരസ്പരം വഴക്കിട്ട് പരസ്പരം വാക്കുതർക്കങ്ങളും വർദ്ധിച്ചു. റോഡ് പ്രശ്നത്തെ ചൊല്ലിയുള്ള വഴക്ക് ഇരുവരും തമ്മിൽ കടുത്ത ഭിന്നതയുണ്ടാക്കിയിരുന്നു. റമദാൻ അടുക്കുമ്പോഴും സാറയോടുള്ള വെറുപ്പും ദേഷ്യവും മാറ്റാൻ അമീറയ്ക്ക് കഴിഞ്ഞില്ല. അവൾ അവളോട് ക്ഷമിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം തറാവീഹ് നമസ്കരിച്ച ശേഷം അവരുടെ ഇമാം ഖുറാനിലെ ഒരു വാക്യത്തെ കുറച്ചു ക്ലാസ് എടുത്തു. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്, കാരണം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അത് കേട്ടതും അമീറാക്ക് കുറ്റബോധം തോന്നി. അല്ലാഹ് നമ്മുടെ എല്ലാം പാവങ്ങളും പൊറുക്കുന്നു. അല്ലാഹുൻ വേണ്ടി തന്റെ സുഹൃത്തിന്റെ ചെറിയ തെറ്റ് എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല? അമീറ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അവൾ സാറയെ ഇഫ്താറിന് ക്ഷണിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചു. ക്ഷണത്തിൽ സാറ ആശ്ചര്യപ്പെടുകയും നന്ദി പറയുകയും ചെയ്തു. ഇഫ്താറിൽ അവർ ഒരുമിച്ച് സംസാരിക്കുകയും കരയുകയും ചെയ്തു. ഒടുവിൽ അമീറ സാറയോട് ക്ഷമിച്ചു. അന്നുമുതൽ അമീറയ്ക്ക് തന്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇല്ലാതായതുപോലെ തോന്നി. ക്ഷമ സാറയ്ക്കു വേണ്ടിയല്ല, തനിക്കു വേണ്ടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കയ്പിന്റെയും കോപത്തിന്റെയും ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്ക് സാധിക്കും.